ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനമുള്ള ദൈവമേ പിതാവേ, പ്രിയമുള്ള വൈദിക സഹോദരരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവമായ കർത്താവ് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഈ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയുമാണ്. എന്നാൽ പലപ്പോഴും മാനസികപരമായ പല കാരണങ്ങൾ കൊണ്ടും ചിലർക്ക് ഈ കടമയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാതെ വരുന്നു. കേരളത്തിൽ ഇന്ന് ഓരോ മിനിറ്റിലും ആത്മഹത്യ മൂലം ഒരു ജീവൻ നഷ്ടപ്പെടുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് 15-നും 23-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളുടെ ഇടയിൽ ആത്മഹത്യാപരമായ ചിന്തകൾ കൂടുതലാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിദ്യാഭ്യാസപരമായ സമ്മർദ്ദം, തൊഴിലില്ലായ്മ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങളാണ് ഭയാനകമായ ഈ പ്രവണതയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലർക്കെങ്കിലും വിവേകപൂർണമായി ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കുവാനും മാനസികാരോഗ്യത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുവാനും ആത്മഹത്യ എന്ന വലിയ തിന്മയെ തടയുവാനും രൂപതയുടെ മെന്റൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ പരിശ്രമിക്കുന്നു. ഈ പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മളിൽ നിന്നും ആത്മഹത്യ മൂലം വേർപിരിഞ്ഞു പോയ
പ്രിയ സഹോദരങ്ങളെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെക്കുറിച്ചുള്ള വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും ആശ്വാസത്തിന്റെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള പരിശ്രമമാണ് ഈ ദിവ്യബലിയർപ്പണം. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും സ്വീകാര്യരാണ്. അവിടുന്ന് ഒരിക്കലും ആരെയും കൈവെടിഞ്ഞിട്ടില്ല എന്ന പ്രത്യാശയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഓരോരുത്തരെയും നമ്മളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് ഈ ബലി നമുക്ക് അർപ്പിക്കാം. ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്ര സ്നേഹബഹുമാനമുള്ള എന്റെ വൈദികരെ, പ്രിയ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, പല രീതിയിലുള്ള വ്യസന ചിന്തകളുമായിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുക. എന്നാൽ കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശ അത് വളരെ വലുതാണ്. ദൈവം നമ്മുടെ വേദനയും ഒറ്റപ്പെടലിന്റെയും അതുപോലെ തന്നെ മരണത്തിൽ നിന്നുള്ള, നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ മരണത്തിൽ നിന്നുള്ള നമ്മുടെ വേദനയും എല്ലാം അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെ ഓരോ നിമിഷവും എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മളെക്കാൾ വ്യക്തതയുള്ള ഒരു ദൈവമാണ് നമ്മളുടെ ഇടമുകളിൽ നിന്ന് അവിടുത്തെ കാവൽമാലാന്മാരുടെ സംരക്ഷണത്താൽ നമ്മളെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന് മുമ്പിൽ ഒരല്പനേരം അവിടുന്ന് നമ്മൾക്കായി സ്നേഹത്തിന്റെ ബലി അർപ്പിച്ചത് നമ്മളിപ്പോൾ നമ്മുടെ ആശ്വാസത്തിന്റെയും മരിച്ചുപോയവരുടെ നിത്യശാന്തിയുടെയും അതിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെയും ഒരു വലിയ ഒരു നിയോഗം വെച്ചുകൊണ്ട് നമ്മൾ ഈ ബലി അർപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ആ കൂട്ടത്തില് പ്രത്യേകമായി ജീവിതത്തെക്കുറിച്ച് തെറ്റായ ചിന്താഗതിയുടെ കൂടെ കടന്നുപോയിട്ടില്ല. ദൈവം വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിരാശയുടെയോ മറ്റേതെങ്കിലും കാരണത്താലോ ജീവിതം വേണ്ട എന്ന് വെച്ച അവരെ പ്രത്യേകമായിട്ട് ഈ ബലിയിൽ ഓർത്ത് അവരുടെ എല്ലാവരുടെയും നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് ഈ കുർബാന നമുക്ക് സമർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ അറിയിക്കുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആരെയും നിത്യനായ നാശമായതോടും എല്ലാ മാനവന്മാരോടും വിശ്വസിച്ചവരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ വിരാതൻ മരണത്തിനുമേൽ വിജയം വരിച്ച് സ്വർഗീയ തലത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. ഈ ജീവിതത്തിന്റെ നശ്വരത കീഴടക്കി ഉടയവനും രക്ഷകനുമായ അങ്ങയുടെ നിത്യമായി ധ്യാനിക്കുവാൻ അങ്ങേ ദാസരായ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ.
നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി പോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരാണെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് അവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷയ്ക്ക് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്തു. ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ ശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും. രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശുദ്ധർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിപ്പിക്കുന്നു. കർത്താവിന്റെ വചനം. കർത്താവ് നിങ്ങളോടുകൂടി. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിന്റെ വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എല്ലാവരുമെങ്കിലും നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം.
സ്നേഹബഹുമാനമുള്ള വൈദികരെ, പ്രിയന്തര സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണ്. ഈ ഒരു നിമിഷം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മനുഷ്യജീവിതം എത്ര നിസ്സാരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മളെ കാണാത്ത അല്ലെങ്കിൽ ഗർഭം ധരിച്ച അമ്മ പോലെ കാണാത്ത എത്രത്തോളം കുട്ടികൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്നു. അമ്മയുടെ വലിയൊരു വേദനയാണ്. ചിലപ്പോൾ ഡോക്ടർമാരുടെ പിഴവായിരിക്കാം, ചിലപ്പോൾ അപ്രസവ സമയത്ത് അല്പം സമയമെടുത്തതായിരിക്കാം, ചിലപ്പോൾ നോർമൽ പ്രസവം മതി എന്ന് ആ പെൺകുട്ടി ശഠിച്ചതിന്റെ ലക്ഷണമാകാം. അല്ലെങ്കിൽ ഇതിൽ സിസേറിയൻ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ജന്മം നൽകാൻ സാധിക്കും. അങ്ങനെ ഒത്തിരിയേറെ കാരണങ്ങൾ കൊണ്ട് തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ മരിക്കുന്ന ഒത്തിരിയേറെ കുട്ടികളുണ്ട്. ഇനി ജനിച്ച ഉടനെ തന്നെ മരിക്കുന്നവരും ഒത്തിരിയേറെയുണ്ട്. പല കാരണങ്ങൾ, പ്രഗ്നൻസിയിൽ ഉണ്ടായ പല പോരായ്മകൾ, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ ഡോക്ടറിന്റെ പിഴവ് പറ്റിയത്. 1 വയസ്സാകുന്നതിന് മുമ്പ് മരിക്കാം, 2 വയസ്സ്, 3 വയസ്സ്, നമുക്കിതൊന്നും അറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ മരണം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം മാത്രം ആഗ്രഹിക്കുന്നതല്ല. ഒത്തിരിയേറെ മനുഷ്യരുടെ കഴിവിനെ, ഡോക്ടർമാരുടെ, ഒത്തിരിയേറെ മനുഷ്യരുടെ പരിചരണത്തെ, മാതാപിതാക്കളുടെ, അതിനേക്കാൾ ഉപരി ഒത്തിരിയേറെ മനുഷ്യരുടെ ബഹുമാനത്തെ, ജീവിതത്തെ ഒരു ബഹുമാനമില്ലാതെ കാണുന്നവരെ നമുക്കറിയാം. ആരെയും തല്ലിയും ഒന്നും ആർക്കും ദ്രോഹം ചെയ്തും കടന്നുപോകുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മരണം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും വരാം. സ്നേഹിക്കുന്നെന്ന് പറയുന്നവർ തന്നെ ചിലപ്പോൾ ഉറ്റവരെ തന്നെ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. അമ്മ മകനെ, മകൻ അമ്മയെ, അല്ലെങ്കിൽ അപ്പൻ മകനെയോ അമ്മയെയോ. പത്രങ്ങളിൽ വായിക്കുമ്പോൾ ചില നേരത്തേക്ക് നമുക്ക് പേടി വരും, ഈ ലോകത്ത് എന്താണ് സംഭവിക്കുക. എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് ഒരു പൊട്ട ബുദ്ധിക്ക്, അങ്ങനെ തന്നെ വേണം പറയാൻ, ഒരു പൊട്ട ബുദ്ധിക്ക് ഒരു പെൺകുട്ടി ജീവിതം വേണ്ട എന്ന് വെച്ച ഒരു സംഭവമായിരുന്നു. നന്നായിട്ട് പാട്ട് പാടുന്നൊരു കുട്ടിയാണ് പള്ളിയിൽ, എനിക്കടുത്തറിയാവുന്ന ഒരു പെൺകുട്ടി. കല്യാണത്തിലുണ്ടായ എത്രയോ സംഭവങ്ങൾ അവളെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. ഭർത്താവ് അവളെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആ നിമിഷത്തില്, ആ സമയത്ത് അവളെടുത്തൊരു തീരുമാനമാണ്. പക്ഷെ ദൈവം അവൾക്ക് ജീവിതം വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് പക്ഷേ ഭർത്താവില്ലാതെ, അയാളുടെ സ്നേഹമില്ലാതെ ജീവിക്കുവാൻ, മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാതെ അവളൊരു പൊട്ടബുദ്ധിക്ക് ചെയ്തതാണ്. ആ പൊട്ടബുദ്ധിക്കെന്ന് ഞാൻ പറഞ്ഞത്, അവളെ രക്ഷിക്കുവാനായിട്ട് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവൾ പറഞ്ഞ വാക്കാണ്, എന്നോട് ക്ഷമിക്കണേ, ഞാനൊരു പൊട്ടബുദ്ധിക്ക് ചെയ്തതാണ്. അവൾ പറഞ്ഞ വാക്കാണ്, ഞാനൊരു പൊട്ടബുദ്ധിക്ക് ചെയ്തതാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ചില നേരങ്ങളിൽ ചിരിച്ച് കളിച്ച് നടക്കുന്ന മനുഷ്യര് നമ്മൾ വിചാരിക്കും അവർക്ക് ഒത്തിരിയേറെ സന്തോഷത്തിലാണല്ലോ. പക്ഷെ അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും തന്നിട്ടില്ല. ചിലവര് പുറമേ നോക്കുമ്പോൾ വളരെ നല്ല മനുഷ്യര്, അവർക്കൊക്കെ ഒരു ടെൻഷൻ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ പെരുമ്പറ കൂട്ടണിരിക്കും. പ്രയാസങ്ങള് നിറഞ്ഞിട്ട് ആരെയും അറിയിക്കാതെ ഉള്ളിലെല്ലാം ഇങ്ങനെ തെങ്ങി ഞെരുങ്ങി നിൽക്കുന്നതായി. എന്നാൽ ചിലരുണ്ട്, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ പോലെ കരയും. ആ കരച്ചിലില്ല അതെല്ലാം കൂടി തീരും. അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പോയി ഈ പ്രയാസങ്ങളെല്ലാം അങ്ങനെ അങ്ങോട്ട് പറയും. പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അങ്ങോട്ട് ആ പ്രയാസങ്ങളെല്ലാം തീരും. മറ്റു ചിലരുണ്ട്, പ്രയാസം പറയാനും വയ്യ, കരയാനും വയ്യ. അങ്ങനെയുള്ളവര് ഈ പ്രയാസങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതും. അതിനെതിരൊരു പ്രതിവിധിയാണ്. ഈ പുസ്തകത്തിൽ എഴുതി 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 ആ പറയുന്നതിന് തുല്യമായിട്ട് മനസ്സിൽ വരുന്ന വിഷമതകളെല്ലാം എഴുതി
അവസാനം അത് ആ പേപ്പർ എല്ലാം കൂടെ എടുത്തിട്ട് ഉടകിലോട്ട് കത്തിച്ചു കളയും. ആരും കാണണ്ട. എന്റെ പ്രയാസം അവിടെ. മറ്റു ചിലരുണ്ട് ഈ പ്രയാസങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ ഇറക്കി വെക്കും. വിശ്വാസമുള്ളവർ എപ്പോഴും ചെയ്യുന്ന കാര്യം മാതാവിന്റെ അടുത്തായിരിക്കാം, കർത്താവിന്റെ അടുത്തായിരിക്കാം, നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പുണ്യവാളിന്റെ അടുത്തായിരിക്കും. ആ പ്രയാസങ്ങൾ അവിടെ പോയി അങ്ങനെ ഇറക്കി വയ്ക്കും. അവരുടെ കൂടെ ആ പ്രാർത്ഥന ഉണ്ടാവും. അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം പുതിയ വഴികൾ കിട്ടും. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രയാസം ഇങ്ങനെ കരകയറണം എന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രത്യേകം അനുഗ്രഹം അവർക്കുണ്ടാവും. അതിനേക്കാൾ ഉപരി മരിച്ചവര് അവര് മരിച്ചു, പക്ഷേ ഇനി ഞാനും എന്റെ കുടുംബവും മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള ഒരു അറിവും ഒരു ഉൾക്കാഴ്ചയും അവർക്കുണ്ടാകും. തീർച്ചയായും മരിച്ചവര് മരിച്ചു, പക്ഷേ ജീവിക്കുന്നവരാണ് മരിച്ചവരെക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്നവരും സമൂഹത്തിലെ പല ചോദ്യങ്ങൾ കേൾക്കുന്നവരും അതിനേക്കാൾ ഉപരി ജീവിക്കുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നവരും. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ചിലതിനെല്ലാം നമുക്ക് ഒരു ഉത്തരവുമില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് അതെനിക്ക് എന്റെ കുഴപ്പമായിരിക്കും, ഞാൻ പറഞ്ഞിട്ടായിരിക്കും, അല്ല എന്റെ വാക്കിലെ ഒരു പിഴവായിരിക്കും. നമ്മൾ അങ്ങനെ ഒന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ഒരിക്കലും ആ വ്യക്തി ആ തീരുമാനം എടുത്തത് നമ്മുടെ ആരുടെയും കുഴപ്പമല്ല. കാരണം ഇതിലും വലിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കരകയറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കോ ഞാൻ ചെയ്ത പ്രവൃത്തിയോ ഇതൊന്നുമല്ല അദ്ദേഹത്തെ, ആ വ്യക്തിയെ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ കയ്യിൽ ഒരു രീതിയിലും ഒരു തെറ്റില്ല. നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കരുത്. തെറ്റ് ചെയ്തപ്പോഴെല്ലാം നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കുമ്പസാരിച്ചിട്ടുള്ളവർ. അതുകൊണ്ട് ഒരിക്കലും ഞാനാണ് അതിന്റെ കാരണക്കാരി എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം പറഞ്ഞാൽ തീരാത്ത ഒരു വിഷമതയും നമ്മുടെ ആരുടെയും കുടുംബത്തിലും ഇല്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ആരും ഒരിക്കലും ഒരു കുറ്റക്കാരല്ല. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അടുത്ത് ഈ ഒരു വിഷമം പറഞ്ഞ് നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുമ്പസാരത്തോടെ തീർന്നു. കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അത് ഓർത്ത് ഉള്ളവരുടെ അച്ഛന്മാരെ എല്ലാം അത് അറിയിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ കുമ്പസാരം മതി. ആ കുമ്പസാരത്തിലൂടെ നിങ്ങളുടെ ഭാഗത്ത് ഏതൊക്കെ തരത്തിലുള്ള തെറ്റ് വന്നെന്ന് നിങ്ങൾ ഓർത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതോടെ തീർന്നു. കുമ്പസാരത്തിൽ ഒരു തവണ മതി. വീണ്ടും അതേ പാപം ചെയ്യുമ്പോഴും നമ്മൾ കുമ്പസാരിക്കണം, അത് ശരിയാ. പക്ഷെ ചെയ്ത പാപത്തിന് നമ്മൾ ഒരു തവണ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് നമുക്ക് ക്ഷമ തന്നു കഴിഞ്ഞു. ആ മരണവുമായിട്ട് എന്തെങ്കിലും ഒരു നൂൽബന്ധം പോലെ ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതിന് കുറ്റക്കാരല്ല. നമ്മൾ അതിന് ക്ഷമ ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും നമുക്കങ്ങനെ തോന്നലുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ മരണവുമായി കണക്ട് ചെയ്ത് അയ്യോ ഞാനാണ് ഇത്തിരി നേരത്തെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ആ മുറിയിലേക്ക് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ അനാവശ്യ വാക്ക് ഉപയോഗിക്കാതിരുന്നെങ്കിൽ, ഇതിലൊന്നും നമ്മൾ ഇനി ഓർത്ത് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു ചിന്ത എന്നുള്ളത് ദൈവമേ ഇവര് നരകത്തിൽ പോയി അനുഭവിക്കണമല്ലോ, അവർ ചെയ്ത കുറ്റത്തിന് അവർ ജീവിതകാലം മുഴുക്കെ ഇനി എന്താണോ നരകത്തിൽ അവരുടെ പീഡകൾ. നമ്മളെല്ലാം പറഞ്ഞു കേൾക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതുമാണ്. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും, തീർച്ചയായും. പക്ഷേ ദൈവം മനുഷ്യരെ പോലെ അല്ല. ദൈവത്തിന്റെ കരുണ എന്നുള്ളത് അനന്തമാണ്. സ്നേഹം എന്നുള്ളത് നമുക്കറിയാം. നമുക്കിഷ്ടമുള്ളവരെല്ലാവരും നമ്മൾ സ്നേഹിക്കും, അല്ലെ? നമ്മുടെ കൂടെ ചേർക്കുന്നവര്, നമ്മളെ ഇഷ്ടപ്പെടുന്നവര്, നമ്മളെ അംഗീകരിക്കുന്നവര് എന്ന് പറഞ്ഞ പോലെ തന്നെ നീതി എന്നുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരാൾക്ക് അവൻ അർഹതപ്പെട്ടത് കൊടുക്കുക എന്നുള്ളതാണ്. അവന് അർഹതപ്പെട്ടത് കൊടുക്കുമ്പോൾ അത് നീതിപരമായിട്ടുള്ള 10 രൂപയുണ്ട്, 5 പേരുമുണ്ട്, നീതിപൂർവ്വം അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 10 രൂപ നമ്മൾ ഈ 2 രൂപ വെച്ച് 5 പേർക്ക് കൊടുക്കും, തുല്യം.
നീതിയുടെ ഒരു ഉദാഹരണമാണ്. 10 മക്കളുണ്ട്, ഒരു 20 സെന്റ് സ്ഥലവുമുണ്ട്. അപ്പം ഡിവൈഡ് ചെയ്യണേ, നീതിപൂർവ്വം അപ്പം ഡിവൈഡ് ചെയ്യുന്നു. 2 സെന്റ് സ്ഥലം വെച്ച് 10 മക്കൾ കൊടുക്കുന്നു, 20 സെന്റ്. ഇതൊക്കെയാണ് നീതി എന്ന് പറയുന്നത്. കരുണ എന്നുള്ളത് അതിനൊരു അളവില്ല. കരുണ എന്നുള്ളത് അർഹതയുണ്ടായിട്ടോ നീതിപൂർവ്വം അവന് ലഭിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിട്ടോ അല്ല. അവൻ ഒരു അർഹതയുമില്ല. ജീവിതം കൊണ്ട് അവൻ വളരെ മോശമായിരുന്നു, പെരുമാറ്റം കൊണ്ട് അവൻ വളരെ മോശപ്പെട്ട സ്വഭാവമായിരുന്നു. സമൂഹത്തിലോ വീട്ടിലോ അവൻ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു അർഹതയും ഇല്ലെന്ന് നമ്മൾ തള്ളിക്കളയുന്ന മനുഷ്യരെ, അങ്ങനെയുള്ളവർക്ക് ദൈവം സ്നേഹം ചെയ്യുന്നതാണ് കരുണ എന്നുള്ളത്. നമ്മൾ ഒരാളുടെ ഒരു ധർമ്മക്കാരന്റെ കയ്യിൽ ഒരു 10 രൂപ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ അവന്റെ ഡ്രസ്സ് നോക്കും, അവന്റെ ആരോഗ്യം നോക്കും, അവൻ എങ്ങനെയാണ് അപ്പിയർ ചെയ്യണത്, മുഖം എങ്ങനെയാണ് നോക്കും. അവൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, നല്ല പാൻസും ഷർട്ടും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു, സുമുഖനും സുന്ദരനുമാണെങ്കിൽ 10 രൂപയാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് ഒരു ചില്ലറ പൈസ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും വേലെടുത്ത് ജീവിക്കണമെന്ന് പറയും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന് അർഹത അല്ല, ഒരു അർഹതയില്ലാത്തവനാണ്. പാൻസും ഷൂട്ടൊക്കെ എടുത്തിട്ട് അവന് തെണ്ടാൻ വേണ്ടി പോകും. ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ മനസ്സിൽ അങ്ങനെയല്ല. അവൻ ചിലപ്പോൾ കൊലയാളിയായിരിക്കാം, പാപിയായിരിക്കാം, പള്ളി കയറാത്തവനായിരിക്കാം. ഒരു നിമിഷം അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞ, ദൈവമേ എന്നെ കനിയണമേ, എന്റെ മകന് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്, അവന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം അവനെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അനന്തമാണ്. നമ്മൾ ചിന്തിക്കും, അവൻ പള്ളിയിൽ പോയിട്ടൊരു കാര്യമില്ല, അവൻ കുമ്പസാരിച്ചിട്ടൊരു കാര്യമില്ലെന്ന് പറയും. പക്ഷെ ദൈവത്തിന് ഒരു ആത്മാവ് തന്നിലേക്ക് തിരിഞ്ഞ് ഒരു പ്രാർത്ഥനയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവനിലേക്ക് ദൈവം കരുണ വർഷിക്കും. അതുകൊണ്ടൊരു കർത്താവ് ഇവിടെ പറഞ്ഞു, നിങ്ങളെക്കാൾ മുമ്പേ ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും സ്വർഗരാജ്യത്ത് കയറുക. ചുങ്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഗണമാണ്. അവരെ ചുങ്കം ഭരിച്ച് അതിനപ്പുറവും ഭരിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് അവരുടെ ഉള്ളതെല്ലാം അടിച്ചെടുക്കുന്ന ഒരു വർഗമാണ്. എന്ന് പറഞ്ഞ പോലെ വേശ്യകൾ എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. തെറ്റായ ജീവിതത്തിലൂടെ ഇഷ്ടമുള്ള രീതിയിൽ സന്തോഷിച്ച് നടക്കുന്നവരും കർത്താവ് പറയുന്നു, അവരായിരിക്കും ഈ മാന്യന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്നവരെക്കാൾ മുന്നേ സ്വർഗരാജ്യത്തിൽ കയറും. കാരണം കർത്താവിന്റെ കരുണ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും അവര് നരകത്തിലാണ്, അവർക്ക് മോക്ഷം കിട്ടില്ല. കർത്താവിന്റെ മുമ്പിൽ കരുണയല്ലാതെ ഒന്നുമില്ല. പാപം ചെയ്ത് പിടിക്കപ്പെട്ട് ജീവിതം എന്ന് പറയുന്നത് പല രീതിയിൽ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച ഒരുവനാണ് കർത്താവിന്റെ വലതുവശത്ത് കുരിശിൽ തറക്കപ്പെട്ടത്. ജീവിതത്തിന്റെ എല്ലാം തീർന്നു മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് ദൈവത്തെ അവൻ തിരിച്ചറിഞ്ഞ് പറയുക, കർത്താവെ നീ സ്വർഗത്തിലായിരിക്കുമ്പോ എന്നെ കൂടി ഓർക്കണമേ. അവൻ ചെയ്ത പാപത്തിനെ കുറിച്ച് കർത്താവ് വല്ലതും പറഞ്ഞു, എടാ നീ അത് ചെയ്തില്ലെന്നോ, നീ ഇങ്ങനെ ചെയ്തില്ലെന്നോ, കുടുംബത്തിനെ ഉപേക്ഷിച്ചില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞു? ഉടനെ പറഞ്ഞത് ഇതാ, മോനെ നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലായിരിക്കും. കർത്താവിന്റെ കരുണയാണ്. നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. മനുഷ്യന് വിധിക്കുന്നു, പക്ഷെ ദൈവത്തിന്റെ വിധി എന്നുള്ളത് കരുണയുടെ വിധിയാണ്. അവിടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചത് ആരുമായിക്കോട്ടെ, ഏത് രീതിയിലുള്ള മരണമായിക്കോട്ടെ, അവരാരും ദൈവത്തിന്റെ കരുണയ്ക്ക് പുറത്തു പോകില്ല. ആ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കുടുംബത്തിൽ പ്രത്യേകം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഒന്ന് നിങ്ങൾ മുടക്കരുത്. പൈശാചികമായ ചിന്ത നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരു തിരി ദൈവത്തിന് മുമ്പിൽ കത്തിക്കുമ്പോ സകലമായ ഇരുട്ട് നിറഞ്ഞ ആ കുടുംബത്തില് പ്രകാശം എന്നുള്ളത് ദൈവത്തിന് വേണ്ടി കത്തിക്കുന്ന ഒരു പ്രകാശമാണെങ്കിൽ അതിലെ ആ കുടുംബത്തിലെ എല്ലാ അന്ധകാരവും അവിടെ അതോട് തീരുകയാണ്. ആ പ്രകാശം എന്നുള്ളത് ദൈവത്തിന് മുമ്പിലാകുമ്പോ ദൈവമാണ് ആ കുടുംബത്തിന്റെ എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ചിന്താഗതിയിലേക്കും
അവരുടെ എല്ലാ രീതിയിലുള്ള പദ്ധതികളിലേക്കും ആ ഒരു പ്രകാശത്തിന്റെ ശക്തിയും ആ പ്രാർത്ഥനയുടെ ശക്തിയും കൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത്. അത് നമ്മൾ നേടിയേ പറ്റും. ഒരാൾക്ക് ഇരുട്ടിന്റെ ചിന്താഗതിയോടുകൂടെ അയാൾ ഒരു പൊട്ടബുദ്ധിക്ക് എന്തെങ്കിലും ചെയ്തു പോയി എങ്കിൽ ആ ഒരു ചിന്താഗതി ആ കുടുംബത്തിൽ ആർക്കും ഇനി പാടില്ല, ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള വിഷമത പോലും ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ആ കുടുംബത്തെ വിട്ടു പോകണം. ഈ കുടുംബത്തിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനയുടെ തുടർ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഇടവക പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയത്തിലോ ധ്യാന കേന്ദ്രത്തിലോ നിങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന. ഇതിന്റെ ഒരു തുടർച്ചയാണത്. ആ തുടർച്ച എന്നുള്ളത് കുടുംബത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കുടുംബത്തിലുള്ളവർക്ക് ദൈവിക അനുഗ്രഹം നൽകുകയും ധൈര്യം നൽകുകയും ഒരു രീതിയിലുള്ള ഇരുട്ടോ പൈശാചിക ചിന്തയോ ഒരു രീതിയിലുള്ള അക്രമമോ ഒന്നും ആ കുടുംബത്തെ ബാധിക്കാത്ത രീതിയിൽ ആ കുടുംബത്തെ പ്രാർത്ഥനാ ചൈതന്യത്തോടെ സംരക്ഷിക്കേണ്ടത് ജീവിക്കുന്നവരായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അത് നമ്മൾ ചെയ്തേ പറ്റും. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് നിരാശ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കുടുംബത്തിൽ വേണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു സംഭവത്തെയും ആ വ്യക്തിയെയും പറഞ്ഞ വാക്കുകളെ ചിന്തിച്ച് ജീവിതം ഇനിയും നമ്മൾ മോശമാക്കിക്കൊണ്ട് പോകും. ഒരാളെന്നെ നോക്കി എടാ നീ അത് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ വീട്ടിൽ ഇത്, ആ ചിന്തകളൊക്കെ നമ്മളെ വേദനിപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ദൈവം എന്റെ കുടുംബത്തിൽ വാഴുന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്കുകൾ എന്നെ മുറിപ്പെടുത്തില്ല, എന്റെ മക്കളെ അത് ഏശില്ല. എന്റെ ദൈവം തരുന്ന ശക്തി എനിക്കുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ അങ്ങനത്തെ നിരാശ ഉണ്ടാകില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ പ്രാർത്ഥന വേണം. നമ്മളുടെ എപ്പോഴൊക്കെ നമുക്ക് സാധിക്കുമോ അപ്പോഴെല്ലാം നമ്മൾ കുർബാന കണ്ട് പോകുമ്പോഴെല്ലാം കുർബാന കണ്ട് കുർബാന സ്വീകരിച്ച് തിരിച്ചു വരണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തും ആയിക്കോട്ടെ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടോ, ഞാൻ കുർബാന സ്വീകരിച്ചിരിക്കും. കുർബാന സ്വീകരിക്കുവാൻ എനിക്ക് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ, ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ, എന്റെ മനസ്സ് പാളിപ്പോയിട്ടുണ്ടോ എന്ന് ഞാൻ കുമ്പസാരിച്ചിരിക്കും. നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്കുക. കുമ്പസാരിച്ച് കുർബാന കാണുന്നത് ഒരു ശീലമോ കുടുംബത്തില് കുടുംബ പ്രാർത്ഥന മുടക്കില്ല ഒന്നും ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു നല്ലൊരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മളെ ആരും കൈവിട്ടിട്ടില്ല. ഒരാളെയും ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്നുള്ള പരാതി ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മളാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ എന്റെ ജീവിതം തീർന്നു, ഞാൻ കുടുംബത്തിൽ സംഭവിച്ചു എന്ന് നിരാശ നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും, അപ്പൊ തന്നെ നമ്മൾ തളർന്നുപോയി. നമുക്ക് ജീവിക്കട്ടെ. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ സന്തോഷം കാണാൻ താല്പര്യമുണ്ട്. ഒരാളൊരു പൊട്ടബുദ്ധി കാണിച്ചു വിചാരിച്ച് എല്ലാം തീർന്നെന്ന് ചിന്തിക്കാം. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? നമ്മുടെ ശരീരത്തിൽ ഓടുന്നത് രക്തം തന്നെയല്ലേ. നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രാർത്ഥിക്കുവാനുള്ള കഴിവ്, നല്ല വാക്കുകളിലൂടെ നമ്മൾ പരസ്പരം കരുത്തായി അതിനേക്കാൾ അപ്പുറം ശക്തിയായിട്ട് മാറാനുള്ള എല്ലാ കഴിവും നമുക്കുണ്ട്. ഇത് ആരെടുത്ത് കളഞ്ഞ്? ഒന്നും കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ച് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ആ ഒരു രീതിയിൽ പോയി കടന്നുപോയ ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ദൈവം അദ്ദേഹത്തിന്റെ കരുണ കാണിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്നും സന്ധ്യാനേരത്ത് എന്റെ കുടുംബത്തില് ദൈവത്തിന് മുമ്പിൽ തിരി തെളിയിക്കും. ഞങ്ങൾ കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കും. സാധിക്കുമ്പോഴെല്ലാം പള്ളി പോകും, കുർബാന സ്വീകരിക്കും, ആവശ്യമെന്നാൽ കുമ്പസാരിക്കും. ഈ ഒരു ചിട്ടയോടുകൂടെ ഞാനും എന്റെ കുടുംബവും ഇനി മുതൽ മുന്നോട്ട് പോകും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മോടും മരിച്ചുപോയ ആ വ്യക്തിയോടും കരുണ കാണിക്കും. പ്രിയ സഹോദരരെ, തന്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിച്ച സർവശക്തനായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസപൂർവ്വം നമുക്ക് വിളിച്ചപേക്ഷിക്കാം.
ദൈവമേ, പത്രോസാകുന്ന പാറമേൽ പണിതുയർത്തപ്പെട്ട തിരുസഭയാകുന്ന മഹാസംഘത്തിന്റെ ഉറപ്പുള്ള കാവൽക്കാരനായ പരിശുദ്ധ പത്മാനാം മാർപ്പാപ്പയെയും ലോകമെങ്ങുമുള്ള കത്തോലിക്ക ആരൂപതകളുടെ അവരത്തിരുന്ന് മാർപ്പാപ്പയുടെ സഹകാരികളായി വർത്തിക്കുന്ന എല്ലാ മെത്രന്മാരെയും സഭാഭരണത്തിനാവശ്യമായ ആത്മീയവും ഭൗതികവുമായ എല്ലാ കരുത്തും ശക്തിയും നൽകി അനുഗ്രഹിക്കുമെന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ നയിക്കുവാൻ ദാവീദിനെ കണ്ടെത്തിയതുപോലെ കൊച്ചി രൂപതയെ നയിക്കുവാൻ അന്ന് തിരഞ്ഞെടുത്ത ആന്റണി കാട്ടിപ്പറമ്പ് പിതാവിനെയും രൂപതയിലെ എല്ലാ വൈദികരെയും സമർപ്പിക്കുന്നു. ഒരു ശകലയും ഓർത്തെടുക്കാൻ മുന്നതുമായ പോലെ അവരെല്ലാവരും ഒരു അജഗണത്തിന്റെ കീഴിൽ ഒരു അജഗണമായി ഐക്യത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും ശക്തിയാർജിച്ച് മുന്നേറുവാൻ ഇടയാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, രൂപതയിലെ വിശ്രമ ജീവിതം നയിക്കുന്ന എല്ലാ വൈദിക ശുശ്രൂഷകരെയും അങ്ങേ കാരുണ്യത്തന്നെ സമർപ്പിക്കുന്നു. കർമ്മത്തിനെതിരായിരിക്കുന്ന എവിടെയും അവർ സഭയ്ക്ക് വേണ്ടിയും സഭാംഗങ്ങൾക്കും വേണ്ടിയും ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിർവഹിച്ച് എല്ലാ സേവനങ്ങളും നന്ദി നിറഞ്ഞ മനസ്സോടെ നിർമ്മിച്ചുകൊണ്ടു ജീവിതം സാധാരണവേളയിൽ അവർ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കുവാൻ അങ്ങേ കാരുണ്യത്തിന്റെ കരങ്ങൾ കണ്ണിയുണ്ടാവണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളുടെ കണ്ണീരക്കുന്ന കർത്താവെ, കടൽ രാത്രിക്കിടയിൽ കൊടുങ്കാറ്റുണ്ടായപ്പോൾ മുങ്ങിത്താഴാൻ പോയ ശിഷ്യന്മാർ ഗുരുവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഗൗനിക്കുന്നില്ലേ എന്ന് നിലവിളിച്ച് കരഞ്ഞതുപോലെ ജീവിത പ്രതിസന്ധികൾക്കിടയിൽ ഞെരിഞ്ഞമർന്നപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ഗുരുവിനെ വിളിക്കുവാൻ കഴിയാതെ പോയ ദുർബല നിമിഷത്തിൽ ജീവിതം നഷ്ടപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കനിയണമേ. കള്ളന് പർദീസ നൽകിയ അങ്ങയുടെ കരുണക്കടലിൽ ഈ സഹോദരങ്ങളെയും മുക്കിയെടുക്കണമേ. അവരെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവൻ പുനരുദ്ധാനവുമാണ് യേശുനാഥ. ഈ ലോകവാസം വിടിഞ്ഞ് എല്ലാ പരിതാത്മാക്കൾക്കും പ്രത്യേകമായി ആകസ്മികമായ വേർപാടുകളോടൊപ്പം പൂർത്തിയാക്കുവാൻ കഴിയാതെ പോയ എല്ലാ പരാത്മാക്കൾക്കും പല കാലഘട്ടങ്ങളായി രൂപതയിൽ സേവനം ചെയ്ത് മൺമറഞ്ഞു പോയ എല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസിനികൾ തുടങ്ങിയവർക്കും നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യണമെന്ന് അങ്ങോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാവരെയും പേരിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അവരെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കാഴ്ചവെപ്പിന്റെ സമയത്ത് എല്ലാവരും പൂർണ്ണമായിട്ട് വന്ന് കാഴ്ചവെപ്പിനെ സമർപ്പിക്കാവുന്ന പ്രത്യേകം അവരെല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാം. കർത്താവിന്റെ കരങ്ങളിൽ ഒരു സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യൻ സ്റ്റീഫൻ മുണ്ടക്കര, സന്തോഷ് ചിരിയതൈ, തറയപ്പറമ്പിൽ അലക്സാണ്ടർ, തറയപ്പറമ്പിൽ ജോസഫ് ചാക്കോ, തറയപ്പറമ്പിൽ ജെയിംസ് ജോസഫ്, തട്ടാരപ്പറമ്പിൽ TX ജോൺസൺ, കുരിശുവിൽ തങ്കശ്ശൻ ജോർജ്, പുളിയമ്പള്ളി ജെയിംസ് PA, മൂലവി MT മാരുവൻ, മൈലൂർ ത്രേസ സജി, നെടുങ്കൽ റോക്സൻ NJ, ചെറിയ പറമ്പിൽ പീറ്റർ റോക്കി, തറയപ്പറമ്പിൽ റാഫേൽ നെൽസൺ, തറയപ്പറമ്പിൽ സെബാസ്റ്റ്യൻ, ഫ്രാൻസിസ്ക ഷീബ പാണ്ടോത്ത്, പാലമറമ്പിൽ പ്രവീൺ വിൽസൺ, കൊച്ചിക്കാരൻ വീട്ടിൽ സിന്ധ്യ കരോളിൻ, പുന്നക്കൽ ജോയൽ,
എലീഷ പുന്നക്കൽ, കുരിശുപറമ്പിൽ ജിത്തു ജോർജ്, പുല്ലുവിളി വികരത്ത് വർഗീസ് ജോലൻ, തറയപ്പറമ്പിൽ ഷീജ, പുളിക്കൽ സ്റ്റീഫൻ, കുട്ടാത്തിപ്പറമ്പിൽ ആഗ്നസ് ജോ, വെളിയിൽ പങ്കജൻ, ചക്കാലക്കൽ ജോസഫ് ടൈറ്റസ്, അഗസ്റ്റിൻ ജോസഫ്, മുള്ളൂർ കെവിൻ ജോസഫ്, മൂലയിൽ എം ടി മാനുവൽ, പാലിയത്തൈയിൽ ലോകന, അഞ്ചുതൈക്കൽ ഷൈനി, പള്ളിപ്പറമ്പിൽ ജോസഫ് അശ്വിൻ, പടിയപ്പറമ്പിൽ സെബാസ്റ്റ്യൻ, പടിയപ്പറമ്പ് ഗ്ലാഡിസ്, പടിയപ്പറമ്പിൽ സ്നേഹ, പീഡികപ്പറമ്പിൽ ഷിനോൻ, കാട്ടിത്തറ സിബി ജോർജ്, തറയിപ്പറമ്പിൽ ജോർജ്, കുന്നോത്ത് ഹൗസ് ജോഷി ഷെറിൻ, ചിറയിൽ ബാബു ബാബു, ചരിത്ര ജോൺസൺ, കളത്തിൽ വർഗീസ് ബിജു, കുരിശിങ്കൽ വർഗീസ് പീറ്റർ, ബെന്നി, പുളിക്കൽ ജോസഫ് ജെയിംസ്, മാടവന കുര്യൻ, പുളിക്കൽ TX ആന്റണി, പണ്ടിയാലശ്ശേരി ജെറി ജോർജ്, സന്ധ്യ ജോൺസൺ, കുഞ്ഞിതക്കാട്ട് സേവ്യർ, തലശ്ശേരി ട്രീസ സേവ്യർ, നെടിയാപറമ്പിൽ വലേരിയൻ, ചെത്തിപ്പറമ്പിൽ CV വിൻസെന്റ് പീറ്റർ, പായയിൽ കുഞ്ഞുമോൻ, പുത്തമ്പുരത്തിൽ സിബി, ആൽഫ്രഡ് റോയ് റിബെല്ലോ, ചെറിയ സുഹാസിൻ, ബാബു ചെറിയ, വിജേഷ്, എബി റാഫേൽ, റോയ് അഗസ്റ്റിൻ, തോമസ് സേവ്യർ എന്നീ 59 ആത്മാക്കളെ നമുക്ക് കർത്താവിന്റെ കരുണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളികളായി തീരുവാൻ അവരെ ഇടയാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. Thank you.
സഹോദരരെ, നമ്മളൊന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങേ ദാസരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത അങ്ങ് നൽകിയവർക്ക് അതിന്റെ സമ്മാനവും നൽകുവാൻ കഴിവുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാകുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാർത്ഥത്തിൽ ആറാടി അങ്ങേ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങൾ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കുന്നു. Thank you.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ, അങ്ങയുടെ വേദനയിൽ അങ്ങേ മരണത്തെ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയോടുള്ളമേ, ഞങ്ങളുടെ ദൈവം പാപ്പയോടും കടലിൽ പ്രത്യക്ഷനായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച് എല്ലാവരെയും ഓർക്കണം. അങ്ങേക്ക് തന്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കിയാണ്. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നിങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം.
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ ആപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നീ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അനുസരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവും സുഖം പ്രാപിക്കും.
കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യബലി അങ്ങേ മരണമടിഞ്ഞ ദാസരുടെ മേൽ അങ്ങേ കാരുണ്യം വർദ്ധിപ്പിക്കുകയും ജ്ഞാനസ്നാനത്തിന്റെ കൃപ അങ്ങ് നൽകിയവർക്ക് നിത്യാനത്തിന്റെ പൂർണ്ണത അങ്ങ് നൽകുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനും ലോകരക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ അലങ്കരീയമായ കൽപ്പന അനുസരിച്ച് ഈ ലോകത്തിന് യാത്രയായ ഞങ്ങളുടെ പ്രിയ സഹോദരരുടെ ആത്മാക്കൾക്ക് വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശനം കൽപ്പിച്ച് അനുവദിക്കണമേ. പുണ്യചരിതരെ സ്വർഗീയഭവനത്തിലേക്ക് ആനയിക്കുവാനായി അങ്ങ് വാനമേഘങ്ങൾ മഹത്വത്തിൽ ആഗതനാകുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചിന്തീകരതുമായ നിത്യാനത്തിലേക്ക് ഈ പ്രിയ സഹോദരങ്ങളെ സ്വീകരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവെ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇവരുടെ ആത്മാക്കളും സകല മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ.